വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സമരം 36ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം അടുത്ത തലത്തിലേക്ക് കടക്കുന്നത്. സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിച്ച് സമരം ശക്തമാക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. വിനീഷ് ചേരുന്നു. വിനീഷ്, ആശാ വർക്കർമാരുടെ സമരം 36ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മരണം വരെ സമരം തുടരും എന്നുള്ള ശക്തമായ നിലപാടാണ് ആശാ വർക്കർമാർ വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം ഇന്ന് സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിക്കുന്ന സമരം കൂടിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആശാ വർക്കർമാരുടെ സമരം അത് 36ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ 36ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ഒരു നിയമപരമായ പ്രതിഷേധമായിരുന്നു ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകൾ ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം കടക്കുമെന്നാണ്, ഇന്നത്തെ ദിവസം കടക്കുമെന്നാണ് ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിയമവിരുദ്ധമായ ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ സമരം അങ്ങനെ നിരന്തരമായി തുടരുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുവരെ ഇങ്ങനെ നീണ്ടു നിന്ന ഒരു സ്ത്രീപക്ഷ സമരം അല്ലെങ്കിൽ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുന്നിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ഒരു സമര ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വലിയൊരു സമരം പൊരുതി നേടി തങ്ങൾ ചില വിജയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ വരെ കണ്ണു തുറപ്പിക്കാൻ ഈ ആശാ വർക്കർമാർക്ക് സാധിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങ് തൊട്ടടുത്ത് കിടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തരമായി മുഖ്യമന്ത്രി ഈ സാധാരണക്കാരായ മനുഷ്യരെ ഓരോരുത്തരെയും കാണുകയാണ്. അവരൊക്കെ കാണുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ നിങ്ങളുടെ മുന്നിൽ ഇതുവരെയും പിണറായി സർക്കാർ കണ്ണു തുറക്കുന്നില്ല. എന്താണ് കാരണം? ഇന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണോ? 232 രൂപയ്ക്ക് കൂലി എടുക്കുന്ന, പണിയെടുക്കുന്ന ആളുകൾ, കൂലി വാങ്ങുന്ന ആളുകൾ അവരെ ഭയക്കുകയാണ്. മനസ്സിലാവുന്നില്ല സത്യത്തിൽ എന്തിനാണ് ഭയക്കുന്നത്. ഞങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് കൂലി വേണം. അതാകട്ടെ ഈ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പോലെ 700 രൂപ മിനിമം വേതനം, ഏറ്റവും മിനിമമാണ് ആവശ്യപ്പെടുന്നത്. അത് അന്യായമൊന്നും ലോകത്ത് ഒരാളും പറയില്ല. നിങ്ങൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആശാ വർക്കർമാരുടെ കുടുംബം പുലർത്താനുള്ളൊരു 700 രൂപയാണ് ചോദിക്കുന്നത്. അത് വലിയൊരു തുക പോലുമല്ല, വളരെ നിസ്സാരമായ തുകയാണ്. അപ്പോൾ അത് നൽകണമെന്ന ഡിമാൻഡിനകത്ത് തുടക്കത്തിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? കാരണം ഞാൻ ഇവിടേക്ക് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ ഗേറ്റുകളും മൊത്തത്തിൽ പോലീസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1000-ലധികം പോലീസിന്റെ വലിയ സാന്നിധ്യം സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പൂർണ്ണമായി ഉണ്ടല്ലേ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശാ വർക്കർമാരെ പോലീസും സർക്കാരൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അടുത്ത ചൂഷണത്തിന് ഇരയാവുന്നു എന്നുള്ളത് ആശാ വർക്കർമാർ നടത്തിയ സമരത്തിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്തപ്പോൾ ഇന്നത്തെ ഉപരോധം എന്ന് പറയുന്നത് 36 ദിവസമായി സമരം ചെയ്തിട്ട് ഒരു ജനാധിപത്യപരമായി ഈ ആശാ വർക്കറും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഏതൊരു ഗവൺമെൻറ്റും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഗവൺമെൻറ്റാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ ഈ ആശാ വർക്കർ കിട്ടുന്ന ഈ തുച്ഛമായ വേതനത്തിൽ നിന്നും നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ അഭിപ്രായം ഒന്ന് കേൾക്കാൻ, ആവലാതി ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഫെബ്രുവരി 9 വരെയുള്ള ഓണറേറിയം നിങ്ങൾ ജോലി ചെയ്ത ദിവസം, അതിനുശേഷം സമരം ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് ഓണറേറിയം ലഭിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഉയരുന്നു. അതിൽ വസ്തുത എന്താണ്? കഴിഞ്ഞ ദിവസം മുതലാണ് ഈ മാസത്തെ, നമ്മൾ ഓർക്കണം, ഈ സമരം ഇരുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതിമാസ ഓണറേറിയം എന്നത് തരാൻ തുടങ്ങിയത്. അത് ഈ സമരത്തിൻ്റെ ഒരു വിജയമാണ്. എന്നാൽ മറുവശത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അവർ 9-ാം തീയതി വരെ ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു, വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല, ആ ഓണറേറിയം വകയിരുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെയാണ് ഇതിന് നേരിടാൻ പോകുന്നത്, എന്ത് ന്യായീകരണമാണ് നടത്താൻ പോകുന്നത് മനസ്സിലാവുന്നില്ല. പിണറായി കണ്ണു തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ അവസാന ഘട്ടത്തിലെങ്കിലും? ഇത് വേറെന്താ പോംവഴി? ഒരു ഗവൺമെൻറ് അല്ലേ, ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? എത്ര താമസിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും ഇത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവില്ല, ഇത് പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമരത്തെയൊക്കെ പല ഘട്ടങ്ങളിൽ അവഹേളിക്കുന്ന തരത്തിലൊക്കെയാണ് CPM നേതാക്കളും CIT-ൻ്റെ ഒക്കെ നേതാക്കൾ പോയിട്ടുള്ളത്. അവർ ഈ സ്ത്രീകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെ കൂടിയാണെന്ന് പറയുന്നു. പക്ഷേ അവർ ഇതുപോലെ പണിയെടുത്തിട്ട് കൂലി ചോദിച്ച് വരുമ്പോൾ ആക്ഷേപിക്കുന്ന അത്തരം കാര്യങ്ങളെ സ്ത്രീകൾ എങ്ങനെയാണെന്ന്, കാരണം ആത്മാഭിമാനത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ സ്ത്രീകൾ വെറുതെ ഇരിക്കില്ല. അത് ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടത് മനസ്സിലാക്കട്ടെ. ഞങ്ങളെന്താ പറയാൻ,
വലിയ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. നമ്മോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ ടിൻഡും കൂടി ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ കുറച്ച് നാളായി ഒരു 36 ദിവസത്തെ സമരത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാൻ ആ സമരസമിതി നേതാവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലേ, ആ കാഴ്ച എന്തായിരുന്നു? സെക്രട്ടേറിയറ്റ് രണ്ട് സൗത്ത് ഗേറ്റും നോർത്ത് ഗേറ്റും പ്രധാനമായിട്ടും കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഗേറ്റ്. ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ സൈഡിലുള്ള ഗേറ്റ് പൂർണ്ണമായിട്ടും പോലീസ് അടച്ച, അതായത് പോലീസ് സ്ട്രൈക്കേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും അടച്ച രീതിയിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 36ാമത്തെ ദിവസം ഇതുവരെ ഇവർ ഈ നിയമലംഘനങ്ങളും നടത്തിയിട്ടില്ല. ഒരു പക്ഷേ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഒരു നിയമലംഘന സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ കൂടുതൽ പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും 26 ദിവസം പിന്നിടുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ചർച്ച ചെയ്യണമെന്നോ ഉള്ളൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല. ഇതിനിടയിൽ 2 പ്രാവശ്യം ഈ ഓണറേറിയം നൽകാമെന്ന് പറഞ്ഞതല്ലാതെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പുതിയ അതിലൊരു ചെറിയൊരു പ്രതികാര നടപടിയും കൂടി ഉണ്ടല്ലേ. ആ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 9-ാം തീയതി, 10-ാം തീയതി സമരം തുടങ്ങുന്നു. ഫെബ്രുവരി 9 വരെ ഈ ആശാവർക്കർമാർ ഫീൽഡിലൊക്കെ ജോലി ചെയ്ത് ആ ഒരു 9 ദിവസത്തെ പണം പോലും അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുച്ഛമായ തുക പോലും ഇതുവരെയും സർക്കാർ ഇവർക്ക് റിലീസ് ചെയ്ത് നൽകിയിട്ടില്ല. അതൊക്കെ ഒരു പ്രതികാരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രതികാരം നൽകും. കാരണം 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്ത ആശാവർക്കർമാർക്ക് 9-ാം തീയതി വരെയുള്ള ഓണറേറിയം നിഷേധിക്കുന്നു. പല ആശാവർക്കർമാരുടെ കയ്യിൽ നിന്നും ഈ റിപ്പോർട്ട് പോലും വാങ്ങിയിട്ടില്ല. റിപ്പോർട്ട് വാങ്ങാതെ ഇവർക്കുള്ള തുക നൽകാൻ സാധിക്കില്ല, മാനദണ്ഡങ്ങൾ തയ്യാറാക്കാൻ സാധിക്കില്ല. ഈ പണം ധനവകുപ്പിലേക്കൊന്നും പോകില്ല. അപ്പോൾ ഈ പണം ഇത്തരത്തിൽ പ്രതികാര നടപടി എന്ന് തന്നെ പറയാം. കാരണം ഈ സമരം ചെയ്ത ആശമാർക്ക് പണം നൽകരുത് എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വോളണ്ടിയർമാരെ നിശ്ചയിച്ചു. ഇവർക്ക് ഈ പ്രതിഷേധം നടക്കുന്ന ദിവസം 3 ദിവസം നിർബന്ധിതമായിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടി വെച്ചു. അപ്പം സർക്കാർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചു. ഒരു 3 ഘട്ടത്തിലെങ്കിലും ഒരു പ്രതികാര നടപടി സ്വീകരിച്ചു. പിന്നെ പല രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നു. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ ഈ സമരപന്തലിൽ വന്നു. അപ്പോൾ അവരൊക്കെ സർക്കാരിനെ സംബന്ധിച്ചൊരു ക്ഷീണമാണ്. ആ ക്ഷീണമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപി കൊട കൊടുത്തപ്പോൾ ഒരു CIT നേതാവ് പറഞ്ഞത് ഇന്ന് പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ഓർക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ അത്? തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ സ്ത്രീവിരുദ്ധ പരാമർശമാണ് നടത്തിയത്. പക്ഷേ ഒരു സംഘടിതമായിട്ടൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ അത് ന്യായമാണെങ്കിൽ സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നുള്ള ആളുകൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തും. അത്തരത്തിൽ വലിയ ജെനുവിനായിട്ടുള്ള അതിനകത്തെ ആത്മാർത്ഥതയുള്ള ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യത്തെ വളരെ മൃഗീയമായി അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലാണ് പരാമർശം. അതോടൊപ്പം തന്നെ ഒരു CPM നേതാവ് പറഞ്ഞത് രോഗാണുക്കൾ പടർത്തുന്ന ക്ഷുദ്രജീവികൾ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ആശാവർക്കർമാരെ പറഞ്ഞത്. ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിൽ ഇവരെ പറ്റി വളരെ മോശമായിട്ടുള്ള എഴുത്തുകളും മറ്റുമൊക്കെ വന്നപ്പോൾ ആശമാരുടെ സമരം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറി. ആ പ്രതിസന്ധി പരിഹരിക്കുക എന്ന് പറയുന്നത് ആശമാരുടെ സമരത്തെ സത്യത്തിൽ സർക്കാർ ഭയക്കുന്നു എന്നതിനൊരു പ്രധാന ഉദാഹരണമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ അഴിമതി ആക്ഷേപങ്ങളൊക്കെ നടന്ന സമയത്താണ് ഇത്തരത്തിലൊരു സന്നാഹം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ കാണുന്നത്. കാരണം ബേക്കറി ജംഗ്ഷനിൽ വലിയ പരിശോധന, തൊട്ടടുത്ത് വാൻഡ്രോസ് ജംഗ്ഷനിൽ വലിയ പരിശോധന, അരിസ്റ്റോ ആ ഭാഗങ്ങളിൽ ഈ എല്ലാ ഗേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലൊക്കെ പരിശോധന നടത്തിയാണ്. നമ്മൾ മീഡിയാസായിട്ട് പോലും മാധ്യമങ്ങളായിട്ട് പോലും നമ്മുടെ വരെ പരിശോധിച്ചുകൊണ്ട് എവിടേക്ക് പോകുന്നു എന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? 26,000 പേര് ഇന്നത്തെ സമരത്തിലേക്ക് എത്തും എന്നാണ് ഈ ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണോ സർക്കാർ ഇങ്ങനെ ഭയപ്പെടുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പറയാൻ പറ്റും. കാരണം പ്രധാനപ്പെട്ട കവാടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പോലീസിനെ കൊണ്ട് നിറച്ചു. പ്രധാനമായിട്ടുള്ള ജംഗ്ഷനുകളെല്ലാം പോലീസിനെ കൊണ്ട് നിറച്ചു. പരിശോധനയിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടികൾ 2 ദിവസം ഒരു പ്രതിഷേധ മഹാമഹമൊക്കെ സംഘടിപ്പിച്ചപ്പോഴും നിയമവിരുദ്ധമായിട്ടൊന്നും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഇതൊരു നിയമവിരുദ്ധ സമരമായി മാറുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണത്തിന് അതീതമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ വലിയൊരു സമരം സർക്കാർ എങ്ങനെ അതിനെ കാണുമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ഉപരോധത്തിലേക്ക് തന്നെയാണ് ആശാവർക്കർമാർ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
വലിയ സന്നാഹമാണ് എനിക്ക് പുറകിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ടിൻഡു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികാര നടപടി, ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ പ്രതിനിധികളും സമിതി നേതാക്കളൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ പ്രതികാരം. പിണറായി സർക്കാരിന് കണ്ണു തുറന്നേ മതിയാകൂ. തങ്ങളുടെ സമരത്തിന് അനുകൂലമായ ഇതിൽ ചർച്ചകൾക്ക് പോലും മുൻകൈ എടുക്കാൻ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിനീഷ് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ യുദ്ധസമാന സാഹചര്യം ഉണ്ടോ? അത്രമാത്രം പോലീസാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റ് കവാടങ്ങളാണ് ഉപരോധിക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് പോലീസുകാരവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന റോഡുകൾ പോലും അവിടെയൊക്കെ സുരക്ഷയുണ്ട് എന്നതാണ്. ബേക്കറി ജംഗ്ഷൻ, അരിസ്റ്റോ ജംഗ്ഷൻ ഒക്കെ.